സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സർക്കാർ 2 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ഹൈക്കോടതി. സർക്കാർ തീരുമാനം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭരണാനുകൂല തൊഴിലാളി സംഘടനയായ CITU നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. വിദേശ മദ്യചട്ടം സർക്കാർ ഏകപക്ഷീയമായി ഭേദഗതി ചെയ്തുവെന്നാണ് CITUവിന്റെ വാദം. തൊഴിലാളി സംഘടനകളോട് ആലോചിക്കാതെയാണ് സർക്കാർ തീരുമാനം. ബാർ തൊഴിലാളികൾ തുടർച്ചയായി 14 മണിക്കൂർ തൊഴിലെടുക്കേണ്ടി വരുമെന്നാണ് ഹർജിയിലെ വാദം. ഹർജി മാർച്ച് 12-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ബാർ സമയമാറ്റത്തിലെ നിർണായക തീരുമാനം മന്ത്രിസഭയെ അറിയിക്കാതെയാണ് എടുത്തതെന്ന് അടക്കമുള്ള വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട വിഷയത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. LDF യോഗത്തിലും വിഷയം ചർച്ച ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തിയതോടെയാണ് സംസ്ഥാനത്തെ ബാർ ഉടമകളുടെ ഏറെക്കാലത്തെ ആവശ്യമായ പ്രവർത്തന സമയം നീട്ടാനുള്ള തീരുമാനം വേഗത്തിലായത്. 2025 ഒക്ടോബർ മാസത്തിൽ ബാർ ഉടമകളുടെ ദീർഘകാലമായുള്ള ആവശ്യം ഫയലായി നീക്കം തുടങ്ങി. പക്ഷേ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. പിന്നീട് ജനുവരി 29-ന് എക്സൈസ് മന്ത്രി MB രാജേഷിൽ നിന്നും മുഖ്യമന്ത്രി ഫയൽ വിളിപ്പിച്ച വെറും 1 ദിവസം കൊണ്ടാണ് തീരുമാനമാക്കിയത്. ഇതോടെ മറ്റ് നടപടികളെല്ലാം ശരവേഗത്തിലാവുകയും ഇന്നലെ ഗസറ്റ് വിജ്ഞാപനമായി സർക്കാർ തീരുമാനം പുറത്തിറക്കുകയും ചെയ്തു. ഫയൽ നീക്കത്തിന്റെ രേഖകൾ പുറത്തു വന്നിരുന്നു. പത്രത്തിൽ വാർത്ത കണ്ടാണ് ബാർ സമയം മാറ്റിയ തീരുമാനം അറിഞ്ഞതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. തീരുമാനത്തിൽ തെറ്റില്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ സർക്കാർ തലത്തിൽ പരിഹരിക്കും. നയം നേരത്തെ തീരുമാനിച്ചതാണ്. പുതിയ നയത്തിന്റെ ഭാഗമല്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ടൂറിസ്റ്റുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം മാറ്റങ്ങൾ ആവശ്യമാണെന്നും TP രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു.